എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുഗളായി ചിക്കൻ കറി ഉണ്ടാക്കാം. മുഗളായി ചിക്കൻ ഹണ്ടി എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഹണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും പോട്ടിലാണ് ഉണ്ടാക്കുക. നമ്മൾ നോർമൽ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കണം, പക്ഷെ സെയിം രീതിയിലാണ് തയ്യാറാക്കണേന്നുള്ളൂ കേട്ടോ. അപ്പൊ നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുഗളായി ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ, നല്ല ഫൈൻ പൗഡർ അല്ല കുരുമുളക്. 2 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ളൊരു ഉപ്പാണ് കേട്ടോ. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് കഴിച്ചതിന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. ഇപ്പോൾ മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാണ്. അതുപോലെ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതുള്ളൂ. ഇതിപ്പോൾ എല്ലോട് കൂടിയ കഷ്ണങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് ഇതുപോലെ ഒന്ന് അരമണിക്കൂർ സമയം ഒന്ന് മാറ്റി വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുന്നത്. പിന്നെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ സവാളയാണ് കേട്ടോ. ഇത് നല്ല ഫൈനായിട്ട് മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും തന്നെ ആക്കി മുറിച്ചെടുക്കുക. അല്ലെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് എന്താ പറയുക, നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി വരണം. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ സവാള ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കാഷ്നട്ടും തക്കാളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 15 കാഷ്നട്ട് മതിയാ. കുതിർത്തി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പൊടിച്ചിട്ട് പിന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 തക്കാളിയാണ് കേട്ടോ, നല്ല പഴുത്ത തക്കാളി. അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയാവാം. നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അതേ കണ്ടില്ലേ, നമ്മുടെ തക്കാളി കാഷ്നട്ട് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പൊ കണ്ടോ സവാള ഇതുപോലെ ഒന്ന് കളറ് മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുന്നത്. അതിനുശേഷം ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറി വരണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രമാണ് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ. എല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി കളറൊന്ന് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതിയെ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇതിൽ കിടന്നൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അടച്ചൊന്നും വെക്കണ്ട. ഇപ്പൊ കണ്ടോ ചിക്കൻ ഒരു വൈറ്റ് കളറിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതിയെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണുണ്ട്. അപ്പോഴായിരിക്കും ആ ഒരു പൊടികളുടെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരിക. ഇതൊന്ന് റെഡി ആയിട്ട് വരട്ടെ.
ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ജീരകം വറുത്ത് പൊടിച്ചതാണ്, ക്യുമിൻ സീഡ്സിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒന്നും കൂടെ നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വലിയ പീസസ് ഉള്ള കാരണമാണ് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ലെഗ് പീസൊക്കെ ഉള്ള കാരണം. ഇത് കണ്ടോ, എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതിയെ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു കാഷ്നട്ടും തക്കാളിയും കൂടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കാഷ്നട്ട് തക്കാളി പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ട നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് ചിക്കനൊന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. അതായത് ഈ എണ്ണയുണ്ടല്ലോ, ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് റിലീസായിട്ട് വരണം. അപ്പോഴേക്കും ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമുളക് കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു രീതിയിലേക്ക് എത്തണം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു സമയത്ത് ഇത് തീ കുറച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ഞാനൊന്ന് വിസ്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തിക്കായിട്ടുള്ള അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കുന്നത്. ചെറിയൊരു പുളിയുള്ളൂ. ഒരു 5 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിതിലേക്ക് തൈര് ചേർക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തൈരും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വരണം. കണ്ടില്ല, നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒരു 2 മിനിറ്റ് കേട്ടോ, അതൊന്ന് എണ്ണയൊന്ന് തെളിഞ്ഞൊന്ന് വരട്ടെ. ഇപ്പോൾ വേണ്ട, വീണ്ടും നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതിയെ. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഞാൻ തവയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും കസൂരി മേത്തി. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല കുക്കായിട്ടാണ് ഇരിക്കുന്നത്. തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കണ്ടു, ഇത് നല്ല ഗ്രേവി നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1/2 കപ്പ് അളവിൽ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡി ആയി വരട്ടെ. ഇത് ഞാനൊന്ന് അടച്ച് വെക്കുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം സമയം ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നമ്മൾ എടുക്കണ ചിക്കൻ അനുസരിച്ച് കുക്കിംഗ് ടൈമിലൊക്കെ വ്യത്യാസം വരും. ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് വേവണ ചിക്കനാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് എണ്ണ തെളിഞ്ഞുകൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത്, അതായത് ഗ്രേവിയൊക്കെ ആവശ്യത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട, കാരണം ഇത് ഇരിക്കും തോറും പിന്നെ ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ലൂസൊക്കെ ഇരുന്നോട്ടെ കേട്ടോ, അതായിരിക്കും നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഉപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തിരുന്നല്ലോ. എല്ലാം പെർഫെക്റ്റ് തന്നെയാണ്. എരിവും എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് തന്നെയുണ്ട് ഇതിൽ. അതേ നമ്മുടെ ഈ ഒരു മുഗളായി ചിക്കൻ്റെ ഒരു ഗ്രേവി കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. ശരിക്കും നല്ല റിച്ച് ആയിട്ടുള്ള ഗ്രേവി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം. ചപ്പാത്തി, പൊറോട്ട, അപ്പം, ഇടിയപ്പം, അല്ലെങ്കിൽ നാൻ, അങ്ങനെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും, റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ അതേ നമ്മുടെ മുഗളായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമാവും. സാധാരണ തയ്യാറാക്കുന്ന ചിക്കൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്.